ലീഡ്സ് അക്കാഡമി കാട്ടിലപ്പിടിക വെങ്ങളം കോഴിക്കോട്. എഡ്യൂക്കേറ്റിംഗ് ഫോർ ബെറ്റർ ടുമോറോ. കൂടുതൽ ക്ലാസുകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. प्यारे बच्चों, सबको मेरा प्रणाम. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ യൂണിറ്റ് 1 നമുക്ക് പഠിക്കാനുള്ളത് ഒരു കഥ, കവിതയെക്കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ്, ഒരു കവിത, അതേപോലെ തന്നെ അധിക വായനയ്ക്ക് വേണ്ടിയിട്ട് ഒരു നോവൽ ഭാഗവും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഒരു 4 വരികൾ തന്നിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ സാധിക്കും. പുസ്തകത്തിൽ തുടക്കത്തിലുണ്ട്. ഇക്കായി വണ്ണെന്ന് കൊടുത്തതിൻ്റെ താഴെ അയച്ച് 4 വരികൾ കാണാൻ സാധിക്കും. ആ വരികളിലൊക്കെ ഈ യൂണിറ്റ് എന്തിനെ പറ്റിയാണ് പറയുന്നതെന്നുള്ള ഒരു നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയ തരിക ചെയ്യുന്നത്. അപ്പം അതിനകത്ത് തുടക്കത്തിലുള്ള വരി എന്ന് പറയുന്നത് പ്യാർ പെഹലി ബാരിഷ് കി ബൂന്തോ മേഹെ. അപ്പം സ്നേഹം എന്ന് പറയുന്നത് ആദ്യ മഴയുടെ തുള്ളികളിലാണ് സ്നേഹമുള്ളത്. പിന്നെ അതേപോലെ തന്നെ പ്യാർ ഫൂലോം കി ഖുഷ്ബു മേഹെ, പുഷ്പങ്ങളുടെ സുഗന്ധത്തിലാണ് സ്നേഹമുള്ളത്. പ്യാർ ഢൽത്തെ സൂരജ് കി കിരണോ മേഹെ, അസ്തമിക്കുന്ന സൂര്യകിരണങ്ങളിലാണ് സ്നേഹമുള്ളത്. പ്യാർ ഹർ നയേ ദിൻ കി ഉമ്മീദ് മേഹെ, ഓരോ പുതുദിനത്തിൻ്റെ പ്രതീക്ഷയിലുമാണ് സ്നേഹമുള്ളത്. അപ്പം സ്നേഹം എത്രത്തോളം മഹത്വപൂർണ്ണമാണ്, സ്നേഹം ഒരു മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റിൽ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ആ 4 വരികളിലും നമുക്ക് സ്നേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു ആശയം തരുന്നത്. ഹമാരാ പെഹല ചാപ്റ്റർ ഹെ ബീർ ബഹൂട്ടി. ബീർ ബഹൂട്ടി ഒരു കഹാനിയാണ്. കഹാനി എന്ന് പറഞ്ഞാൽ കഥ. കഥാകൃത്തിന് കഹാനിക്കാർ എന്നാണ് പറയാ. ബീർ ബഹൂട്ടി എഴുതിയിട്ടുള്ളത് കഹാനിക്കാർ പ്രഭാത് ആണ്. ബാദൽ ബഹുത് ബരസ് ലിയേ ഥേ, മേഘം നന്നായി പെയ്തിട്ടുണ്ടായിരുന്നു. ഫിർ ഭി ബഹുത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാ ഥാ, എന്നിട്ടും വളരെയധികം വെള്ളം അതിൽ ബാക്കിയുണ്ടായിരുന്നു. വേ ഖേത്തോം ജംഗലോം കെ ഊപ്പർ ഛായേ ഹുവേ ഥേ, അവ വയലുകളുടെയും കാടുകളുടെയും മുകളിൽ നിൽപ്പുണ്ടായിരുന്നു. സാര ആകാശ് മേഘോം സേ ഭരാത, ആകാശം മുഴുവൻ മേഘങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. മേഘോം കി ഛായാവുമേ ഗീലി ഹവായേ ഇധർ ഉധർ ഘൂം രഹി ഥി, മേഘങ്ങളുടെ നിഴലിൽ ഈർപ്പമുള്ള കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നു. പേടോം കെ തന്നെ അഭീബി ഗീലേദേ, മരത്തിന്റെ തടികളിൽ അപ്പോഴും നനവുണ്ടായിരുന്നു. മൂങ് ഫലിയോം കെ ഹരേ ഖേത്തോമേം പീലെ ഫൂൽ അബീബി ഗീലേദേ, നിലക്കടലയുടെ പച്ച വയലുകളിലെ മഞ്ഞ പൂക്കളിൽ അപ്പോഴും നനവുണ്ടായിരുന്നു. ഖേത്തോമേ ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാദ, വയലുകളിൽ ചെറിയ ചെറിയ ധാന്യങ്ങൾ മുളച്ചിരുന്നു. ബാജ്രയ്ക്ക് ലംബെ പത്തലെ പാത്തോമേം പാനി കി ബൂന്തേ അട്കി ഹുയി ഥി, ധാന്യങ്ങളുടെ വലിയ ഇലകളിൽ വെള്ളത്തിന്റെ തുള്ളികൾ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. ബാരിഷ് കി ഹവാമേ ഗീലെ ഖേത്തോം ഓർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ഘുലി ഹുയി ഥി, മഴയുടെ കാറ്റിൽ നനവുള്ള വയലുകളും മഴയുടെ പച്ചപ്പിന്റെ ഗന്ധവും നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഉനെ ബീർ ബഹൂട്ടിയോം സെ മിൽനാ ഹോത്താ ഥാ, അവർക്ക് ബീർ ബഹൂട്ടികളെ കാണണമായിരുന്നു. സോവേ സ്കൂൾ കെ ലിയേ ഘർ സേ കുച്ച് സമയ പെഹലെ നിക്കൽ ആത്തേ ഥേ, അതുകൊണ്ട് അവർ സ്കൂളിലേക്ക് പോകാനായി വീട്ടിൽ നിന്നും കുറച്ച് മുൻപേ ഇറങ്ങിയിരുന്നു. കസ്ബേ സേ സട്ടേ ഇൻ ഖേത്തോമേ ബീർ ബഹൂട്ടിയാം ഖോജാ കർത്തേ ഥേ, അവരുടെ സ്ഥലത്തെ വയലുകളിൽ അവർ ബീർ ബഹൂട്ടികളെ തിരയുമായിരുന്നു. സുർഖ് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയാം, സോഫ്റ്റ് സ്മൂത്ത് വെൽവെറ്റി ടൈപ്പ് ബീർ ബഹൂട്ടികൾ. ബീർ ബഹൂട്ടിയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് റെഡ് വെൽവെറ്റ് മൈറ്റ് ആണ്. മലയാളത്തിൽ ഇന്ദ്രഗോപം എന്ന് പറയും. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ, അപ്പം കഹാനിക്കാര് ബീർ ബഹൂട്ടിനെ വിശേഷിപ്പിക്കുന്നത് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലവ്ലി ആയിട്ടുള്ള ചോരത്തുള്ളികൾ പോലെയുള്ളത് എന്നാണ്. ഉൻകെ ബസ്തേ ഉൻകി പീഠ് പർ ലതേ ഹോത്തേ ദേ കന്തോം പർ ടങ്കേ ഹോത്തേ ദേ, അവര് ബീർ ബഹൂട്ടികളെ തിരയുന്ന സമയത്തും അവരുടെ തോളുകളിൽ ബാഗ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. വേ ഏക് ദൂസരെ ബഹുത് നസ്ദീക് രഹക്കർ ബൽക്കി കഹനാ ചാഹിയെ ബിൽക്കുൽ സഡ്കർ ബീർ ബഹൂട്ടിയാം ഘോജ്തേ ദേ, അപ്പോൾ അവരെങ്ങനെയാണ് ബീർ ബഹൂട്ടികളെ തിരഞ്ഞിരുന്നത്? പരസ്പരം അടുത്തടുത്തിരുന്ന് ഒന്നിച്ച് ബീർ ബഹൂട്ടികളെ തിരയുമായിരുന്നു. ഉനെ ദേഖ്നെ കെ ലിയേ വേ ബാരിഷ് കി ഗന്ധ് ഭരി ഭൂരി ജമീൻ പർ ബൈഠ് ജായാ കർത്തേ ദേ,
അപ്പം അവർ രണ്ടുപേരും ബ്രൗൺ എന്ന് പറഞ്ഞാൽ ഭൂരിയാണ്, ഭൂരിയുടെ ഇംഗ്ലീഷാണ് ബ്രൗണ്. ബീർബഹൂട്ടികളെ തിരയാൻ വേണ്ടിയിട്ട് അവർ മണ്ണിൻ്റെ ഗന്ധമുള്ള ബ്രൗൺ നിലത്ത് ഇരുന്ന് തിരയുമായിരുന്നു. बेला देखो इस बीरबहुटी का रंग तुम्हारे रिबन के जैसा लाल है, സാഹിൽ ने कहा. ബേല നോക്കൂ, ഈ ബീർബഹൂട്ടിയുടെ നിറം നിന്റെ റിബണിനെ പോലെ തന്നെ ചുവപ്പാണല്ലോ, സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല? ഹാ സുനാ, ഞാൻ കേട്ടു. പഹലി ഘടി ലഗ് ഗയി ഹെ, ഫസ്റ്റ് ബെൽ അടിച്ചു. ലേക്കിൻ മുझे पेन में स्याही भी भरवानी है दुकान से, പക്ഷെ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കാനുണ്ട് ഷോപ്പിൽ പോയിട്ട്. 1981 का साल, वर्षम 1981. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിൽ ജയ്പൂരിനടുത്ത് സവാരി വാഹനങ്ങളെ കൊണ്ടും മറ്റു വാഹനങ്ങളെ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഫുലേര ജംഗ്ഷൻ. കസ്ബേക്ക് ലഗ്ബഗ് സൂനി തങ്ക് ഗലിയാം. കസ്ബെ എന്ന് പറഞ്ഞ പ്രദേശം, കസ്ബേക്ക് ലഗ്ബഗ് സൂനി എന്ന് പറഞ്ഞാൽ ആളുകൾ വളരെ കുറവായ, ഗലിയാം എന്ന് പറഞ്ഞാൽ തെരുവുകൾ. അപ്പോൾ ആ പ്രദേശത്തെ ആളുകൾ വളരെ കുറഞ്ഞ തെരുവുകൾ. ഗലിയോമെ ഖാമോഷ് ഘടെ ബിജലി കെ ഖംബെ, അപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ആ തെരുവിലെ ഇലക്ട്രിക് പോസ്റ്റുകൾ. ഖംബോം കെ ബീച്ച് ഗിഞ്ചി താരോം കി കത്താരെ, ആ ഇലക്ട്രിക് പോസ്റ്റിലെ ഇടയിലൂടെയുള്ള അതിൻ്റെ വയറുകളുടെ ലൈൻസ്. ഇൻ ഗലിയോമെ ജഹാ തഹാ ദിഖായി പടുത്തെ മീട്ടി ഘണ്ടിയാ ബജാത്തെ ഫേരി വാലെ. ഫേരി വാലെ എന്ന് പറഞ്ഞാൽ മണി അടിച്ചുകൊണ്ട് സാധനങ്ങൾ വിൽക്കുന്ന ആളുകളാണ് ഫേരി വാലെ. അപ്പോൾ വളരെ മധുരമായിട്ട് മണിയടിച്ച് കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഫേരി വാലെ. एक अंधेरी सी गली में 6-7 गंदों की खुर्रों की टापों की आवाज़ें. ആ ഇരുട്ട് നിറഞ്ഞ തെരുവിൽ 6-7 കഴുതകളുടെ കാലൊച്ചകൾ കേൾക്കാം. ഉൻകെ പീച്ചെ ചെൽത്ത ഏക് ബദൻ ഉഘാടെ കുംഹാർ, അതിൻ്റെ പുറകെ നടന്നു വരുന്നത് ഒരു കൊല്ലപ്പണിക്കാരനാണ്. ഇസി ദൃശ്യക്കെ ബീച്ച് സെ ഗുജർത്തെ ഹുയെ ദോ സ്കൂളി ബച്ചെ ബേല ഓർ സാഹിൽ. ഈ ദൃശ്യം കഹാനികാർ നമുക്ക് വേണ്ടിയിട്ട് വരച്ചു കാട്ടുകയാണ്. അപ്പോൾ അതിനിടയിലൂടെ 2 സ്കൂൾ കുട്ടികൾ നടന്നു വരികയാണ്, ബേല ഓർ സാഹിൽ. ഉൻ ദിനോം പെൻ മേ 5 പൈസെ മേ നീലി സ്യാഹി ഭരി ജാത്തി തി. ആ കാലഘട്ടത്തിൽ 5 പൈസക്ക് പേനയിൽ നീലമഷി നിറച്ച് കിട്ടുമായിരുന്നു. സ്റ്റേഷനറിക്ക് ദൂക്കാൻ വാലെ ഡ്രോപ്പർ സെ പെൻ മേ സ്യാഹി ഭർത്തേതേ. സ്റ്റേഷനറിയിലെ കടക്കാരൻ ഡ്രോപ്പർ വെച്ചിട്ട് പേനയിൽ മഷി നിറച്ചു തരുമായിരുന്നു. पेन में कुछ स्याही बची थी, उसे സാഹിൽ ने जमीन पर छिड़क दिया. പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നത് സാഹിൽ നിലത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. നൈ സ്യാഹി ഭർവാനെ കെ ലിയെ ദോനോ ദുകാൻ പർ പഹുഞ്ചെ. പുതിയ മഷി നിറയ്ക്കാനായി 2 പേരും കടയിലേക്ക് പോയി. എക് പെൻ സ്യാഹി ഭർ ദോ, ഒരു പേനയിൽ മഷി നിറച്ചു തരൂ. സാഹിൽ സെ പെഹലെ ഹി ബേലാനെ ദുകാൻ വാലെ സെ കഹ. സാഹിലിന് മുൻപേ ബേലയാണ് കടക്കാരനോട് അങ്ങനെ പറഞ്ഞത്. ബേട്ട സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹെ. മോനെ, മഷിയുടെ കുപ്പി ഇപ്പം കാലിയായി കിടക്കുകയാണ്. അബ് തോ കൽ ഹി മിൽ പായേഗി, നിങ്ങൾക്ക് നാളെ കിട്ടുള്ളൂ. ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജോ സ്യാഹി ദി ഉസേ ബി ജമീൻ പർ ചിടക് ദിയ. പക്ഷേ ഇവൻ പേനയിൽ ഉണ്ടായിരുന്ന മഷി പോലും നിലത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. ബേല ബോലി, ബേല പറഞ്ഞു. ബാദൽ കോ ദേക്കർ ഘടേ കോ നെഹി ഢുലാന ചാഹിയേ. അത് ഹിന്ദിയിലുള്ള ഒരു ഫ്രേസാണ്. ഒന്ന് കണ്ടിട്ട് മറ്റൊന്നിന് തയ്യാറെടുക്കരുത്. അപ്പം മേഘത്തിനെ കണ്ടിട്ട് കുടത്തിലെ വെള്ളം ഒഴിച്ചു കളയരുത് എന്ന് പറയുന്ന പോലെ. അപ്പം ദുക്കാൻ വാലെ ഭയ്യാനെ കഹ ഓർ പൂച്ച. കടക്കാരൻ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, കോൻസിമേ പഠിത്തേ ഹോ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5വീമേ, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. സാഹിലിനെ ऐसे बुरे मन से बताया जैसे 5वीं പഠന പാപ് ഹോ. സാഹിലാണ് അങ്ങനെ പറഞ്ഞത്. എങ്ങനെയാ പറഞ്ഞത്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്തോ വലിയ പാപമാണെന്നുള്ള രീതിയിൽ തീരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് സാഹിൽ അങ്ങനെ പറഞ്ഞത്. ദോനോം, 2 പേരും ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, കടക്കാരൻ ചോദിച്ചു. ഹാ ദോനോ ഓർ ഹം ദോനോ കാ സെക്ഷൻ ബി ഏക് ഹി ഹെ എ. ആ 2 പേരും, ഞങ്ങൾ 2 പേരും ഒരേ സെക്ഷനിലുമാണ്, എ സെക്ഷൻ. बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात
ബാത്ത് ഹോ. ബേല ഒരുപാട് സന്തോഷത്തോടു കൂടി പറഞ്ഞു ഇതെന്തോ വലിയ കാര്യമാണെന്നുള്ള രീതിയിൽ. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ തെ. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കാറ്. കോപ്പി മേ കാം കർത്തേ തോ ദോനോ കോപ്പി മേം കാം കർത്തേ തെ. കോപ്പിയിൽ എന്തെങ്കിലും എഴുതുവാണെങ്കിൽ കോപ്പിയിൽ അടുത്ത ആളും കോപ്പിയിൽ എന്തെങ്കിലും എഴുതുമായിരിക്കും. കിതാബ് പഠിത്തേ തോ ദോനോം കിതാബ് പഠിത്തേ. പുസ്തകം വായിക്കുകയാണെങ്കിൽ അടുത്ത ആളും പുസ്തകം വായിക്കുമായിരിക്കും. ബൽക്കി പാഠ് ബി ഏക് ഹി പഠിത്തേ. രണ്ടുപേരും ഒരേ പാഠമായിരിക്കും പഠിക്കുന്നുണ്ടാവുക. സാഹിൽ ചമക് ഉടി सन 57 में वह तलवार पुरानी दी पढ़ता तो बेला भी चमक उड़ी सन 57 में वह तलवार पुरानी दी പഠിത്തി തി. സാഹിൽ വായിക്കുന്ന പോലുമാണ് ബേലയും വായിച്ചുകൊണ്ടിരുന്നത്. രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലി ജാओ. അപ്പം ബേല പറയാണ് ബെഹൻജി മേ ഐ ഡ്രിങ്ക് വാട്ടർ എന്ന് പറഞ്ഞ് പോവാണെങ്കിൽ സാഹിൽ ബി കഹത്ത. സാഹിലും എങ്ങനെ പറയും? ബെഹൻജി പാനി പീനെ ചലാ ജാओ. മേ ഐ ഡ്രിങ്ക് വാട്ടർ എന്ന് പറഞ്ഞ് സാഹിലും ഇറങ്ങും. ഗണിത് കെ മാഡ് സാഹബ് സുരേന്ദർ ജി കാ പീരിയഡ് ഖേൽ ഘണ്ടി കെ ബാദ് ആത്താ ഥാ. മാത്സിൻ്റെ സാറ് മാഡ് സാഹബ് സുരേന്ദറിൻ്റെ പീരീഡ് വരുന്നത് ഡ്രിൽ പീരീഡിന് ശേഷമാണ്. ബच्चे ഉൻസെ കാം തേ ദേ. കുട്ടികൾക്ക് സാറിനെ വലിയ പേടിയായിരുന്നു, അതുകൊണ്ട് വലിയ വിറയ്ക്കുമായിരുന്നു സാറിനെ കാണുമ്പോൾ. और घेल घंटी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. ഡ്രില്ലിൻ്റെ പീരീഡ് അവസാനിക്കാൻ 2 മിനിറ്റ് മുമ്പുള്ളപ്പോൾ തന്നെ എല്ലാ കുട്ടികളിലും ക്ലാസ്സിൽ കയറി അവരവരുടെ സ്ഥലത്ത് വന്ന് ഇരിക്കുമായിരുന്നു.